ഫ്രണ്ട്സ് എല്ലാവർക്കും ലുമിനസ് PC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് 5/8/2025 വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻ ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? അമർ ബെഞ്ചാമയാണ്. അമർ ബെഞ്ചാമ അൾജീരിയക്കാരനാണ് അമർ ബെഞ്ചാമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ സ്ത്രീ സൗഹൃദവും സുരക്ഷിതമാക്കുന്നതിനായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. എന്താണ് ഗ്രീൻ മാർഷൽ പദ്ധതി? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ കേരള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. നാലാമത്തെ ക്വസ്റ്റ്യൻ, നാവികസേന ഉപമേധാവി ആരാണ്? AN പ്രമോദാണ്. മലയാളിയായ AN പ്രമോദാണ് നാവികസേന ഉപമേധാവിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ മത്സര പരീക്ഷകളുടെ ഘടനയും നടത്തിപ്പും പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച കർമ്മസേനയുടെ അധ്യക്ഷൻ ആരാണ്? നന്ദൻ നീലേക്കനിയാണ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നന്ദൻ നീലേക്കനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത് രാജ്യമാണ്? വെനസ്വേലയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2026 ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗ്രീസിലെ പർവ്വതം ഏതാണ്? മൗണ്ട് ഒളിമ്പിക്സ് ആണ്. മൗണ്ട് ഒളിമ്പസ് ആണ് ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗ്രീസിലെ പർവ്വതം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 2026 ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയയാണ് ഒന്നാമതെത്തിയ രാജ്യം. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൃദ്ധസദനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പുതിയ പേര് ഏതാണ്? സ്നേഹാലയം എന്ന പേരാണ് കേരളത്തിലെ വൃദ്ധസദനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പുതിയ പേര്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ക്ലാസ് നമ്മളുടെ ഈ കറണ്ട് അഫയേഴ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.